എൻ്റെ ചേച്ചി എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തിരുവനന്തപുരത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ മുളകാണ്. ഇതെങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വേണം നമുക്ക് ഇടാൻ. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് കത്തിച്ചെടുക്കുക. നമുക്ക് ആദ്യം ഇതിന് വേണ്ടുന്ന ചേരുവകൾ എടുക്കുക. ഇത് അച്ചാർ പൊടിയാണ് ഇതിന് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത്. എത്രയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഒരു 4 സ്പൂണോളം അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്, അച്ചാർ മുളക് പൊടി. അതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം, 2 സ്പൂണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഈ അവിടെ കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വേണം നമ്മൾ എണ്ണ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിക്കാൻ. ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. തീ കുറച്ചിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ മുളക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുളകിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുളകിൻ്റെ അളവനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുക. ഇത് കണ്ട ഇതിങ്ങനെ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്ന് ഈ പരുവത്തിലായി. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് നമുക്കിതിലേക്ക് ഈ മുളക് പൊടികളെല്ലാം ഇതിൽ ചേരുന്ന രീതിക്ക് ഇങ്ങനെ നമുക്ക് ഇളക്കി ഇങ്ങനെ കൊടുക്കണം. ഇതിപ്പോൾ ഒത്തിരി വേകാൻ പാടില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതിപ്പോൾ കറക്റ്റായിട്ടൊന്ന് വാടി എല്ലാം കൂടെ ചേർന്ന് അതിൽ മുളകിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി, കുറച്ച് അധികം ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും. ഇത്രയും കായപ്പൊടി നമുക്കിതിൽ ചേർക്കാം. ഈ മുളകച്ചാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിനാഗിരിയാണ്. ഇത് പുളി എല്ലാം കൂടെ നമ്മൾ പുളി ഇതിൽ പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഈ വിനാഗിരിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുളിയാണ് ഇതിൽ പിടിക്കുന്നത്. നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ രീതിക്ക് വേണം എടുക്കാൻ.